ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹാപ്പി വേയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് റാഗി പോറിഡ്ജ്. അതായത് റാഗി കൊണ്ട് ഹെൽത്തി ആയ ഡ്രിങ്കാണ്. ഞാനിവിടെ ഓർഗാനിക് റാഗി ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ കിട്ടും. അതേപോലെ ശർക്കര പാനിയാണിത്. ശർക്കരയുടെ അച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ശർക്കരയുടെ അച്ച്, അതായത് കുറച്ച് വേണ്ടത്ര എടുത്ത് അതിലേക്കിട്ട് അത് ഉരുകി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതിൽ കല്ലും മണ്ണെല്ലാം പോയി കിട്ടും. അങ്ങനെ അരിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് പാല്, പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വളരെ ഹെൽത്തിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചെറിയ പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി ഫ്ലോർ ഇടുക. 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇടുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇളക്കണം. 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. ഒന്ന് കലക്കിയെടുക്കണം. സാധാരണ തിളപ്പിച്ചാറിയ നല്ല വെള്ളം കേട്ടോ, ചൂടൊന്നും വേണ്ട. നന്നായി കട്ടയെല്ലാം പോയി മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റാഗി പോറിഡ്ജ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് തീ ഓണാക്കിയിട്ട് തിളക്കട്ടെ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച റാഗിയുടെ മിക്സ് ഇല്ലേ, തീ ഒന്ന് സിമ്മിലാക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച റാഗിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. ഒന്നുമില്ല, അത് കാരണം നമുക്ക് മിക്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ സിമ്മിലിടണം, പ്രത്യേകം ഓർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തും. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ശർക്കര പാനി ചേർക്കുക. നിങ്ങൾക്ക് മധുരം എത്രയും വേണ്ട അതിനനുസരിച്ച് ചേർക്കണം. കൂടുതലാവരുത്, അതിന് കുറച്ച് ചേർക്കുക. എന്നിട്ടൊന്ന് ഇളക്കി നോക്കി മധുരം നിങ്ങൾക്ക് കറക്റ്റാണ്. ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമാവില്ല. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ ആദ്യം കുറച്ച് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നിങ്ങൾ നോക്കുക. ഒന്ന് രുചിച്ച് നോക്കി അറിയാലോ. അതിനനുസരിച്ച് മധുരത്തിൽ മാറ്റം വരുത്തുക. ഒരു ഷൈനിങ് ആയിട്ട് വരും, കാണുന്നുണ്ടാവും. കുറച്ച് തീ കൂട്ടിയിടുക. ഒരു മീഡിയത്തിൻ്റെ താഴെയൊക്കെ ഇട്ടിടുക. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ മധുരം നോക്കട്ടെ. മധുരം കുറച്ച് കുറവാണ്. അധികം മധുരം ഇഷ്ടമല്ല, അപ്പോൾ കുറച്ചും കൂടി ചേർക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടിയിടരുത്. ഒരു മീഡിയത്തിൽ താഴെയൊക്കെ ഇടുക. നല്ല അടി പിടിക്കേണ്ട എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സിമ്മിലാക്കണം. വീണ്ടും തള വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മളിതിലേക്ക് പാല് ചേർക്കണോണ്ട് ഒന്നും കൂടി ഇത് വറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് തിക്നെസ്സൊക്കെ എത്ര വേണം അതിനനുസരിച്ച്. ചിലർക്ക് നല്ല വെള്ളത്തോടൊക്കെ കുടിക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് കുറച്ച് തിക്കായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ആവട്ടോ. ഇത് ഇത്രേ വേണ്ടി വരുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഇത് കഴിക്കാം, അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാം. ഏകദേശം ഇത് വറ്റി തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കുറച്ച് തിക്കായി. നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് വറ്റിക്കാം. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് കുടിക്കാം, കുറച്ച് തണുത്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ പാൽ ആഡ് ചെയ്തിട്ടും കുടിക്കാം. ഞാൻ പാൽ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. പാൽ ഇഷ്ടമല്ല, പാൽ കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാം. ഏകദേശം ആയിട്ടോ. ഇനി തീ ഓഫാക്കാം. ഇതിലേക്ക് തിളപ്പിച്ച പാലാണ്, നന്നായി തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഒഴിക്കുക.
നന്നായിട്ട് ഇളക്കുക. തീ ഓഫാക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. തിളപ്പിച്ചാറിയ പാലായതുകൊണ്ട് പാലിന് ചുവയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുക, അതുപോലെ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് റെഡിയായി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഹെൽത്തിയായ റാഗി ഡ്രിങ്ക് റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്, വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്